വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിധാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമഃസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ മന്ത്രം ഭവർത്തം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. ആദ്യമായിട്ട് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് കുരുക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് തന്റെ മന്ത്രിയായ സഞ്ജയനോട് ചോദിച്ചു. സഞ്ജയൻ ആദ്യം തന്നെ കൗരവരിൽ മൂത്തവനായിട്ടുള്ള ദുര്യോധനൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ കണ്ട ഉടനെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യന്റെ അടുത്ത് ചെന്നു. ആദ്യമായിട്ട് പാണ്ഡവ സൈന്യത്തെ കുറിച്ചും പാണ്ഡവ സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ചും അവിടെയുള്ള പ്രമുഖരെ കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ഇഷ്ടകേതു ചൈകിതാന കാശിരാജശ്ച വീരവാൻ കുരുജിത് കുന്തിഭോജശ്ച ശൈബിശ്ച നരപുങ്കമ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീരവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവൈവ മഹാരഥ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുദ്ധത്തിൽ നിപുണരായിട്ടുള്ള യോദ്ധാക്കളൊക്കെ പാണ്ഡവ പക്ഷത്തിലുണ്ട്. അവരുടെ ആ പാണ്ഡവ സൈന്യം വ്യൂഢീകരിച്ചിട്ടുള്ളത് അങ്ങയുടെ ശിഷ്യൻ തന്നെയാണ്, തവ ശിഷ്യയാണ് ധീമത. ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ദൃഷ്ടദ്യുമ്നൻ അങ്ങയുടെ ശത്രുവിന്റെ പുത്രൻ തന്നെയാണ് ഇങ്ങനെ ഒരു സൈന്യം വ്യൂഢീകരിച്ചിട്ടുള്ളത്, സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കണം. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സൈന്യം വളരെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൗരവ സൈന്യത്തെ ദുര്യോധനൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമ വികർണശ്ച സോമദത്ത ദൈവച അന്യേച ബഹവശൂര മതത്തെ തെക്ത ജീവിത അനാശസ്ത്ര പ്രഹരണ സർവേ യുദ്ധവിശാരദ. നമ്മുടെ പക്ഷത്തുള്ളതും എല്ലാവരും യുദ്ധത്തിൽ എക്സ്പേർട്ടുകളാണ്, എല്ലാവരും വലിയ യുദ്ധവീരന്മാരാണ്. ഇനി നമ്മുടെ സൈന്യമാണെങ്കിൽ വളരെ വലുതാണ്. അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം. മാത്രമല്ല ഭീഷ്മദേവൻ അതിനെ സംരക്ഷിക്കാനുമുണ്ട്. പാണ്ഡവ സൈന്യമാണെങ്കിലോ പാണ്ഡവ സൈന്യത്തിന് അത്ര ശക്തിയൊന്നുമില്ല. പര്യാപ്തം തിതമേദേശാം ഫലം ഭീമാഭിരക്ഷിതം. അത് പര്യാപ്തമാണ്, അത് വളരെ ചെറുതാണ് എന്നാണ്. ആ സമയത്ത് ഭീഷ്മദേവൻ ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വലിയ സിംഹനാദം വിനദ്യോച്ചൈ ശങ്കം ദത്മോ പ്രതാപവാൻ തസ്യ സഞ്ജനേന ഹർഷം കുരുവൃത്ത പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശങ്കം ദത്മോ പ്രതാപവാൻ. ദുര്യോധനൊന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വലിയ ശബ്ദത്തിൽ ഉച്ചത്തിൽ
ഒന്ന് ഗർജിച്ചു, സിംഹനാദം, സിംഹത്തെ പോലെ അലറി. അതിനുശേഷം തന്റെ ശംഖമെടുത്ത് ശംഖം തത്വോ പ്രതാപവാൻ. അതിനുശേഷം അവിടെ വലിയ മറ്റ് കാഹളങ്ങളൊക്കെ മുഴകി പെരുമ്പറയൊക്കെ അടിച്ചു. വലിയ അവിടെ ഒരു കോലാഹലമായി എന്ന് പറഞ്ഞു. അതെ. അതിനുശേഷം ആ കോലാഹലമൊക്കെ അടങ്ങിയതിനു ശേഷം മറുപക്ഷത്തുള്ള ഭഗവാനെയും അർജുനനെയും പറയുന്നുണ്ട്. ഭഗവാനും അർജുനനും ഇരിക്കുന്ന തേരിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. തഥാ ശരീരഹേർ യുക്തേ മഹതിശന്തനെ സ്ഥിതോ മാധവ പാണ്ഡവാശൈവ ദിവ്യൗ ശംഭു പ്രദത്വ. അവരിയ്ക്കുന്നത് വെളുത്ത ദിവ്യമായിട്ടുള്ള 4 കുതിരകളെ കൂട്ടിയിട്ടുള്ള ദിവ്യമായിട്ട് മഹതിശന്തനെ സ്ഥിതം, മഹത്തായിട്ടുള്ള തേരിലാണ്. വലിയ പ്രത്യേകതയുള്ള അഗ്നിദേവൻ കൊടുത്തിട്ടുള്ള തേരിലാണ്. ഹതിശന്തനെ സ്ഥിതോ മാധവ പാണ്ഡവാശൈവ. അതിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? മാധവൻ, എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമസ്ഥനായിട്ടുള്ള ഐശ്വര്യ ദേവതയുടെ പതിയായിട്ടുള്ള മാധവൻ ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത്. പാണ്ഡവൻ, അദ്ദേഹത്തിന്റെ ഭക്തനായിട്ടുള്ള പാണ്ഡവൻ അർജുനനും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവര് ആ യുദ്ധം തുടങ്ങുന്നതിന്റെ സൂചനയായിട്ട് അവർ രണ്ടുപേരും അവരുടെ ശംഖുകൾ വിളിച്ചു എന്നാണ് പറയുന്നത്. ആ ശംഖുകൾക്കും പ്രത്യേകതയുണ്ടായിരുന്നു. ദിവ്യവും ശംഖവും പ്രദത്മതു എന്നാണ് പറയുന്നത്. ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളാണ് അവർ വിളിച്ചത്. കാരണം അർജുനനും ഭഗവാനും സാധാരണ വ്യക്തികളല്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സഞ്ജയൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത് അവിടെയാണ് വിജയം. എവിടെയാണോ ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. പാണ്ഡവപക്ഷം തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. അല്ല, അതിന്റെ എല്ലാ സൂചനകളും സഞ്ജയൻ നൽകിയിട്ടുണ്ടായിരുന്നു. ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. അവിടെ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട്, ജനാർദ്ദനൻ ഇരിക്കുന്നത് കൊണ്ട് അവിടെ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. അവർ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. പക്ഷെ ഈ ദുര്യോധനൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ദുര്യോധനൻ ഭഗവാനെ പോലും കണ്ടില്ല. ദുര്യോധനൻ എന്താണ് പറഞ്ഞത്? പര്യാപ്തം തിതമേ ദേശം ഫലം ഭീമാവിരക്ഷിതം. ഭീമനാണ് അവിടെ സേനാനായകനായിട്ടുള്ളത്. അപ്പോൾ അവരുടെ സൈന്യമാണെങ്കിൽ അത്ര വലുപ്പമൊന്നും ഇല്ലാത്തതാണ്. അല്ലെ, 7 അക്ഷൗണി മാത്രമേ അവർക്കുള്ളൂ. നമ്മൾക്കാണെങ്കിൽ 11 അക്ഷൗണികളുണ്ട്. നമ്മുടെ സൈന്യം വളരെ വലുതാണ്. മാത്രമല്ല അവിടെ ഭീമനാണുള്ളത്. ഇവിടെ നമ്മുടെ പക്ഷത്ത് ഭീഷ്മനാണുള്ളത്. പരശുരാമനോട് വരെ യുദ്ധം ജയിച്ചിട്ടുള്ള ഭീഷ്മൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ദുര്യോധനൻ വിചാരിച്ചത്. പക്ഷെ മറുപക്ഷത്തുള്ള ഭഗവാനെ ദുര്യോധനൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സഞ്ജയൻ അത് എടുത്തു പറയുന്നത്. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഭഗവാനെ കുറിച്ചും ഭഗവാൻ ഇരുന്ന ആ രഥത്തെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അവർ വിളിച്ച ശംഖുകളുടെ പ്രത്യേകതയും പറയും. ദിവ്യവും ശംഖവും പ്രദത്മതു എന്ന് പറയും. ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളാണ് അവർ വിളിച്ചിട്ടുള്ളത്. ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയം അല്ലെങ്കിൽ അതീന്ദ്രിയം, ഭൗതിക ലോകത്തിന്റെ ഉപരിയായിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. ഭഗവാനും അർജുനനും സാധാരണ വ്യക്തികളല്ല എന്നാണ് ദിവ്യം എന്നുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അവര് ആത്മീയ ലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഭഗവാന്റെ ശരീരം പൂർണ്ണമായിട്ടും ആത്മീയമാണ്, ഭൗതികമാണ് അല്ല. ഭഗവാൻ മാത്രമല്ല, ഭഗവാനുമായിട്ട് ആരൊക്കെയാണ് ബന്ധപ്പെടുന്നത്, ഭഗവാനുമായിട്ട് എന്തൊക്കെയാണ് ബന്ധപ്പെടുന്നത്, അതെല്ലാം ആത്മീയമായിട്ട് മാറും. അല്ലെ, ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത. അപ്പോൾ അത് സാധാരണ വാക്കുകളല്ല, അത് ആത്മീയമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് മാറി. ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ആത്മീയമാണ്. അല്ലെ, ഭഗവാനുമായിട്ട് എന്തെല്ലാം ഒത്തുചേരുന്നോ, യോജിക്കുന്നോ, അതെല്ലാം ആത്മീയമായിട്ട് മാറും. ഭഗവാനുമായിട്ട് ഒരു ഭക്തൻ യോജിക്കുന്ന സമയത്ത്, യോജിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അത് ആത്മീയ പ്രവർത്തനമായിട്ട് മാറും. അല്ലെ, വേറെ ആർക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആത്മീയമായിട്ടുള്ള പ്രവർത്തനമല്ല, ദിവ്യമായിട്ടുള്ള പ്രവർത്തനമല്ല. പക്ഷെ ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ആത്മീയ പ്രവർത്തനമാണ്, ദിവ്യമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഭഗവാന്റെ ശംഖുകളും, ഭഗവാന്റെ അർജുനന്റെയും ശംഖുകൾ ദിവ്യമാണ്. പാണ്ഡവരുടെ എല്ലാവരുടെയും ശംഖുകളും ദിവ്യമാണ്. കാരണം അവരെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, ഭഗവാന്റെ ഭക്തന്മാരാണ് എല്ലാവരും.
അതാണ് ഇവിടെ പറഞ്ഞത്. ദിവ്യവും ശംഖോ പ്രതത്മതവും. അത് ദിവ്യമായതുകൊണ്ട് അവരുടെ ശംഖുകളുടെ പേരുകളും എടുത്തു പറയുന്നുണ്ട്. കൗരവപക്ഷത്തിന്റെ ആരുടെ ശംഖുകളുടെ പേരും പറഞ്ഞിട്ടില്ല. അതൊക്കെ സാധാരണ ശംഖുകളാണ്. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃക്കോദര. പാഞ്ചജന്യം, ഭഗവാന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യമാണ്. അത് കിട്ടാനുണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം വായിച്ചു. അതേപോലെ ദേവദത്തമാണ് അർജുനന്റെ ശംഖ്. പൗണ്ഡ്രമാണ്, പൗണ്ഡ്രം ദത്മൗ മഹാശംഖം, അത് വലിയ ഭാരമുള്ള ശംഖായിരുന്നു. ഭീമന് മാത്രമേ പൊക്കാൻ സാധിക്കുള്ളൂ. പൗണ്ഡ്രം എന്ന് പറയുന്നത് വലിയ ശംഖാണ്, അതുകൊണ്ടാണ് മഹാശംഖം എന്ന് പറഞ്ഞിട്ടുള്ളത്. പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃക്കോദര. വൃക്കോദരൻ എന്നാണ് ഭീമനെ വിളിച്ചിട്ടുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വൃക്കോദരനായിട്ടുള്ള ഭീമസേനൻ. എത്ര ഭക്ഷിച്ചു കഴിഞ്ഞാലും ഭീമസേനന്റെ വയറൊരിക്കലും പുറത്തേക്ക് വരുന്നില്ല, അതങ്ങനെ ചുരുങ്ങി തന്നെ ഇരിക്കും. ചെന്നായ എന്നാണ്, മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നായയാണ്. ചെന്നായുടെ വയറിങ്ങനെ ഒട്ടിയിരിക്കും. എത്ര അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതങ്ങനെ ഉള്ളോട്ട് വളഞ്ഞ് ഒട്ടിയിരിക്കും. അങ്ങനെ വയറുള്ളത് കൊണ്ടാണ്, എത്ര ഭക്ഷിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഭീമന് വൃക്കോദരൻ എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ വായിക്കുന്നത് സഞ്ജയൻ പറയുന്നു, മറ്റു പാണ്ഡവരുടെ ശംഖുകളുടെ പേരുകൾ കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ 3 ശംഖുകളുടെ പേരുകൾ പറഞ്ഞു. ഭഗവാന്റെ ശംഖ് പാഞ്ചജന്യം, ദേവദത്തം അർജുനന്റെ ശംഖ്, പൗണ്ഡ്രം ഭീമന്റെ ശംഖ്. ഇത് 3 പറഞ്ഞു. ഇനിയും പാണ്ഡവരുടെ ശംഖുകളുടെ പേരുകൾ സഞ്ജയൻ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. പാണ്ഡവപക്ഷത്ത് ആരൊക്കെയാണ് ശംഖ് വിളിച്ചത് എന്നാണ് 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ മംഗളകരമാണ്. അവരുടെ ശംഖുകൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്, എല്ലാവിധ വിജയം നൽകുന്നതാണ്. വിജയത്തിന്റെ സൂചനയാണ്, പാണ്ഡവപക്ഷത്തിന്റെ വിജയത്തിന്റെ സൂചനയാണ് ഈ ശംഖുവിളിയെല്ലാം. അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകോ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. സഞ്ജയൻ എല്ലാവരുടെയും പേരുകൾ എടുത്തു പറഞ്ഞു. പാണ്ഡവപക്ഷത്ത് ആരൊക്കെയാണ് ശംഖ് വിളിച്ചത് എന്ന് എടുത്തു പറഞ്ഞു. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 16 മുതൽ 18 വരെയുള്ള ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സ്മിതമതി വായിച്ചു. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മൗ പൃഥക് പൃഥക്. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്ത വിജയമെന്ന ശംഖ് ഊതി. നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പകങ്ങളും വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, തോൽവി പിണയാത്ത സാത്യകി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാർ, മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. ഭാവാർത്ഥം.
പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തന്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഈ ദുരുപദിഷ്ടമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയൻ നയപൂർവം ധൃതരാഷ്ട്രരെ അറിയിക്കുകയാണ്. മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട്. മുതുമുത്തച്ഛനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെയുള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാരുൾപ്പെടെ അസംഖ്യം പേരും ഈ രണാങ്കണത്തിലുണ്ട്. എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ. തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിന് ഉത്തരവാദി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സ്മിത മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയൻ പൃഥ്വീപതേ എന്നാണ് അവിടെ ധൃതരാഷ്ട്രനെ വിളിക്കുന്നത്. പൃഥ്വീപതേ, സർവശ പൃഥ്വീപതേ. അല്ലയോ രാജാവേ, കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. ആരൊക്കെയാണ്, ഏതൊക്കെ ശംഖുകളാണ് വിളിച്ചിട്ടുള്ളത്? പൃഥ്വീപതേ, അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരം. അനന്ത വിജയം ആണ് യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേര്. അനന്ത വിജയം എന്നാണ്. ആ യുധിഷ്ഠിരനെ ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. കുന്തിപുത്രോ യുധിഷ്ഠിര, അല്ലെ, കുന്തിപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ, വേറെ യുധിഷ്ഠിരനൊന്നുമല്ല, കുന്തിദേവിയുടെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരന്റെ അഡ്രസ് അടക്കം പറയാണ്, മാതാവിന്റെ പേരടക്കം പറഞ്ഞ കുന്തിപുത്രോ യുധിഷ്ഠിര എന്ന് പറയും. നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകവും. സുഘോഷവും മണിപുഷ്പകവുമാണ് നകുലന്റെയും സഹദേവന്റെയും ശംഖുകൾ എന്ന് പറയും. അപ്പോൾ പഞ്ചപാണ്ഡവരുടെ മുഴുവൻ ശംഖുകളും പേരുകളും പറഞ്ഞു. അതിനുശേഷം പാണ്ഡവ പക്ഷത്തുള്ള പ്രധാനപ്പെട്ട സൈനികരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ശംഖുകളൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത്. കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീജ മഹാരഥ. ഓരോ രാജാക്കന്മാരെയും പ്രത്യേകം വിശേഷിപ്പിക്കുന്നുണ്ട്. കാശ്യശ്ച, കാശി രാജാവ് മഹേശ്വാസന, അദ്ദേഹം വലിയ വിലാളി വീരനാണ്. ശിഖണ്ഡീജ മഹാരഥ, ശിഖണ്ഡിയാണെങ്കിൽ മഹാരഥനാണ്. ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികിശ്ച അപരാജിത. ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്വിക്, ഇവരെല്ലാം ഒരിക്കലും തോൽവി പിണയാത്തവരാണ്. സാത്വികിച്ച അപരാജിത, ആരും തോൽക്കാത്തവരാണ്. ദ്രുപദോ ദ്രൗപദേയാശ സർവശ പൃഥിവീപതേ. സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദത്മു പൃഥക് പൃഥക്. ദ്രുപദൻ, ദ്രുപദ രാജാവ്. ദ്രൗപദേയാശ, ദ്രൗപദിയുടെ പുത്രന്മാർ, 5 പുത്രന്മാർ. സൗഭദ്രശ്ച, സുഭദ്രയുടെ പുത്രൻ അഭിമന്യു. അവരെല്ലാവരും മഹാബാഹുക്കളാണ്, വലിയ വീരന്മാരാണ്, കരുത്തുറ്റ കരങ്ങളുള്ളവരാണ്. ശംഖാൻ ദത്മു പൃഥക് പൃഥക്. അവരുടേതായിട്ടുള്ള ഓരോരുത്തരുടെയും ശംഖുകൾ വേറെ വേറെ മുഴക്കി എന്നാണ് പറയുന്നത്. ഈ ശംഖനാദം പാണ്ഡവരുടെ വിജയത്തിന്റെ സൂചനയായിട്ട് സഞ്ജയൻ പ്രത്യേകം എടുത്തു പറയുന്നതാണ്. അപ്പം ധൃതരാഷ്ട്രന്റെ വിചാരം കൗരവപക്ഷം വിജയിക്കുമെന്നാണ്. പക്ഷെ അത് ക്രമേണ അതിന് സാധ്യതയില്ല എന്ന് സഞ്ജയൻ ഓരോ പാണ്ഡവപക്ഷത്തെ വിജയ സൂചനകൾ എടുത്തു പറഞ്ഞ് ധൃതരാഷ്ട്രന്റെ മനസ്സിലെ ആ ആശ, അത് തെറ്റായിട്ടുള്ള ആശയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, അത് ഒരു ദുരാശയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി പാണ്ഡവപക്ഷത്തിലുള്ള ഓരോരോ വിജയ സൂചനകളെ കുറിച്ച് ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓരോ സൈന്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പാണ്ഡവ പക്ഷത്താണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ളത്, ഭഗവാനുള്ളത്, അർജുനനുള്ളത്, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അർജുനനുള്ളത്, അതേപോലെ അവരുടെ പ്രത്യേകമായിട്ടുള്ള രഥമുള്ളത്, അവരുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ദിവ്യമാണ്. അവർക്ക് ദിവ്യമായിട്ടുള്ള അനുഗ്രഹമുണ്ട്, ദിവ്യമായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. മാത്രമല്ല അവരുടെ ആ ശംഖഘോഷത്തിന്റെ പ്രത്യേകത, അതിന്റെ ഊർജം, അത് എങ്ങനെയാണ് കൗരവപക്ഷത്തെ ബാധിച്ചത്, അതെങ്ങനെയാണ് മുഴങ്ങിയത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമരോ അഭ്യനുനാദയൻ. 19ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം വായിച്ചോളൂ.
ഹരി കൃഷ്ണ. ഹരി കൃഷ്ണ പ്രഭു. ഉഷ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ ഹഭ്യനുനാദയൻ. ശ്രീലപ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. പക്ഷേ ഇവിടെ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖഘോഷം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു. ഇത് കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു ഉഷ മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പൊ ഇവിടെ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പാണ്ഡവരുടെ ആ ഒരു കോൺഫിഡൻസ്, അല്ലെ, പാണ്ഡവരുടെ ഭഗവാനിലുള്ള വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് അവർക്ക് വലിയ ഉത്സാഹമുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ സൈനിക ബലം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവേണ്ടതില്ല. മറുപക്ഷത്ത് വലിയ വലിയ വീരന്മാരാണ് ദ്രോണാചാര്യൻ, ഭീഷ്മാചാര്യൻ, അതേപോലെ കർണൻ, ദുര്യോധനൻ, ഇങ്ങനെയുള്ള കൃപാചാര്യൻ, ഇങ്ങനെ വലിയ വലിയ വില്ലാളി വീരന്മാരാണ്. അവരൊക്കെ ഇതുവരെ ഒരിക്കലും പരാജയം ഏറ്റുവാങ്ങാത്ത സൈനികരാണ്. പാണ്ഡവപക്ഷത്തിനേക്കാൾ എത്രയോ വലുതാണ്. യഥാർത്ഥത്തിൽ ദുര്യോധനൻ പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ സൈന്യമാണ് അവർക്കുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവര് കൗരവ സൈന്യത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാകേണ്ടതാണ്. അവർ പേടിച്ചു പോകേണ്ടതാണ്. അയ്യോ, ഞങ്ങൾ വിജയിക്കുമോ, ഇനി എന്താണ് പറ്റുക, ഞങ്ങൾക്ക് അത്ര വലിയ സൈനിക ബലമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയമുണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും അവരുടെ ശംഖുലി സഘോഷോ ധാർത്തരാഷ്ട്രാണം ഹൃദയാനി വിധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമലോ അഭ്യനുനാദയൻ. ആ ശംഖഘോഷം കൊണ്ട് മാത്രം, അവർക്ക് വേറെ വാദ്യഘോഷങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഈ പാണ്ഡവരുടെ ശംഖഘോഷം എല്ലാം ഒത്തുചേർന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ശംഖ് വിളിച്ചു. ആ ശംഖ് അവിടെ മുഴുവൻ, ആ ശംഖനാദം, പാണ്ഡവപക്ഷത്തിന്റെ ആ ശംഖനാദം കൗരവപക്ഷത്തിന്റെ ഹൃദയം പിളർക്കുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. കൗരവപക്ഷത്തിന്റെ ഹൃദയം, അവർക്ക് വലിയ ഭയമുണ്ടായി. പാണ്ഡവപക്ഷം ചെറുതാണെങ്കിൽ പോലും അവരുടെ ആ ശംഖനാദം, അതിന്റെ ഉത്സാഹം കേട്ടപ്പോൾ തന്നെ കൗരവപക്ഷത്തിന് വലിയ ഭയമുണ്ടായി. അവരുടെ ഹൃദയം പിളർന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോ അവരുടെ ആത്മവിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം, അവരുടെ ഉത്സാഹം, അവരുടെ ഊർജം, അവരുടെ ശക്തി, ഇതൊക്കെ ആ ശംഖനാദത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷിക്കാനൊന്നുമില്ല. സൈനിക ബലം വെച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, അല്ലെ. 7-11 7 അവരുടെ അക്ഷോണിപ്പട. 11 അക്ഷോണികള് കൗരവപക്ഷത്തുണ്ട്. അവിടെയാണെങ്കിൽ എല്ലാം വലിയ വലിയ മഹാരഥന്മാരും. അന്യേജ ഭാവശൂര മദർത്തെ രക്തജീവിത നാനാ ശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ. അതാണ് ദുര്യോധനൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും വലിയ എക്സ്പേർട്ടുകളാണ്. സർവേ യുദ്ധവിശാരദാഹ നാനാ ശസ്ത്രപ്രഹരണാഹ. അവരൊക്കെ ഓരോ വ്യത്യസ്ത ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഒരു ശത്രുവിനെ കൊല്ലണം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന, അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള വിദഗ്ധരാണ്. ആയോധനഗതിയിൽ നൈപുണ്യം നേടിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് എന്റെ പക്ഷത്തുള്ളത് എന്നാണ് ഗൗരവം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് പാണ്ഡവർക്ക് അത്ര പ്രതീക്ഷിക്കാനൊന്നുമില്ല. അവർക്ക് ഭയമുണ്ടാകേണ്ടതാണ് ഈ യുദ്ധഭൂമിയിൽ വന്നു നിൽക്കുമ്പോൾ. പക്ഷേ നോക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു ഭയമില്ല എന്ന് അവരുടെ ശംഖഘോഷത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ വലിയ ഉത്സാഹത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? ഭഗവാൻ അവിടെ ഉണ്ട്, അല്ലെ. ഭഗവാൻ മാധവ പാണ്ഡവ ശൈവ, ഭഗവാനും അർജുനനുമുണ്ട്. ആ ഭഗവാനിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവർക്ക് വേറെ സാഹചര്യം വെച്ച് ഒക്കെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ. 12 വർഷക്കാലം അവര് വനവാസത്തിലായിരുന്നു, കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവർക്ക് രാജ്യമൊന്നുമില്ല. അതിനുശേഷം അജ്ഞാതവാസത്തിലായിരുന്നു. 1 വർഷം ആരും കാണാതെ ഒളിച്ചു താമസിക്കണം. ഇങ്ങനെ നാടും വീടും നാട്ടുകാരും രാജ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അതിനുശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.
അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ദുർബലരായിട്ടിരിക്കേണ്ടതാണ്. അവർക്ക് പരിതപിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിലപിക്കാനും പരിതപിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പക്ഷത്തു നിന്ന് അതൊന്നും ഉണ്ടായില്ല. അവർ വലിയ ഉത്സാഹത്തോടുകൂടി, അവർ വലിയ കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ഭഗവാനിലുള്ള വിശ്വാസത്തോടുകൂടിയാണ് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത്. അവർക്ക് യാതൊരു ഭയവുമില്ല എന്ന് ശംഖനാഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഭക്തരുടെ ആത്മവിശ്വാസം, അല്ലെ? ഭക്തർക്ക് ആകെ എന്താണ് വിശ്വസിക്കാനുള്ളത്? ഭഗവാനിലുള്ള വിശ്വാസമാണ്, അല്ലെ? വേറെ ഒന്നിലുമല്ല അവരുടെ വിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം. നമ്മൾ വൃന്ദാവന ലീലയിൽ കണ്ടിട്ടുണ്ട്. വൃന്ദാവനത്തിൽ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ അവര് വലിയൊരു ഗുഹ പോലെ കണ്ടു, ഒരു വലിയ ഗുഹ. ചില കുട്ടികൾ പറഞ്ഞു ഇത് വലിയ അപകടമാണ് എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ഇത് വലിയൊരു സർപ്പത്തിന്റെ വായായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെല്ലാം ധൈര്യമായിട്ട് കയറിപ്പോയി. എന്താണ് അവരുടെ ധൈര്യം? എന്ത് വന്നു കഴിഞ്ഞാലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഭഗവാൻ ഉണ്ടല്ലോ, കൃഷ്ണനുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം. രക്ഷിഷ്യേ ഇത് വിശ്വാസം. ഇതാണ് ഭക്തന്റെ ആ ശരണാഗതിയുടെ ലക്ഷണം. ഒരു ഭക്തൻ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. എന്താണ് ആത്മവിശ്വാസം? ഭഗവാൻ രക്ഷിക്കും, ഏത് സാഹചര്യത്തിലും ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. അതാണ് ശരണാഗതിയുടെ ഒരു ലക്ഷണം. അതുകൊണ്ട് ശരണം പ്രാപിച്ച ഒരു ഭക്തൻ വീണ്ടും വിലപിക്കാറില്ല. വീണ്ടും അയ്യോ എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും യഥാർത്ഥത്തിൽ ശരണം പ്രാപിച്ച ഒരു ഭക്തൻ വിലപിക്കുന്നില്ല. ആ ഭക്തന് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ആ ഭക്തന് വലിയ ആത്മവിശ്വാസമായിരിക്കും. ആ ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല. അതാണ്, അല്ലേ? ഗോവർദ്ധന ലീലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പേമാരി ഒക്കെ പെയ്തിട്ട് വൃന്ദാവനം മുഴുവൻ വെള്ളപ്പൊക്കത്തിലാണ്, വൃന്ദാവനം മുഴുവൻ ഒലിച്ചു പോകുന്ന അവസ്ഥയിലാണ്. പക്ഷെ വൃന്ദാവനവാസികൾ എന്താ ചെയ്യുന്നത്? അവര് ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ എല്ലാവരും ചേർന്ന് പാട്ടും നൃത്തവും ഡാൻസും ഒക്കെയാണ്. വലിയ വെള്ളപ്പൊക്കം, പ്രളയം, അവര് പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊന്നുമില്ല. അവര് ഭഗവാനോടൊപ്പം എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുപാടുമുള്ള സാഹചര്യമല്ല ഭക്തന്മാരുടെ മാറുന്നത്, അവരുടെ ഉള്ളിലുള്ള സാഹചര്യമാണ് മാറുന്നത്, അവരുടെ ആത്മവിശ്വാസമാണ് മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്ന ഒരു പോയിന്റ്. ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല. ഭഗവാൻ സംരക്ഷിക്കും, ഭഗവാന്റെ സംരക്ഷണം അവരെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാത്തത്. അപ്പം അഭയം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ഒരു സൂചനയാണ്. അത് പാണ്ഡവ സൈന്യം കാണിക്കുന്നുണ്ട്. പാണ്ഡവരുടെ ഉത്സാഹത്തിൽ, അതേപോലെ ആ പാണ്ഡവരുടെ ശംഖുവിളിയിൽ നിന്നും ആ ഉത്സാഹത്തിൽ നിന്നും നമുക്ക് അവരുടെ ഒരു ധൈര്യം, അവരുടെ ഭയമില്ലായ്മ, അവരുടെ ഉത്കണ്ഠയില്ലായ്മ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 20ാമത്തെ ശ്ലോകം. വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിത്വച പ്രവൃത്തെ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഋഷീകേശം ദദാവാക്യം ഇദമാഹ മഹീപതേ. അപ്പോൾ ആ സമയത്ത് അർജുനൻ കപിത്വച, അർജുനൻ എന്താണ് ചെയ്തത് എന്നാണ്. യെസ്, വായിച്ചോളൂ. അംബിക മാതാജി വായിച്ചു. അഥാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിത്വചഃ പ്രവർത്തെ ശാസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. യുദ്ധം തുടങ്ങുകയായി. രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാസന്നാഹങ്ങളെ കണ്ട് ധാർത്തരാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണ്ണരായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു. അർജുനന്റെ കൊടിക്കൂറമേലുള്ള ഹനുമത് രൂപം മറ്റൊരു വിജയചിഹ്നമത്രേ. രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായിയായിരുന്നു ഹനുമാൻ. രാമൻ വിജയിയായി. ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ. എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ നിത്യദാസനായ
ഹനുമാനും ശാശ്വത സഖിയും സമ്പദ്ദേവതയുമായ സീതാദേവിയുമുണ്ട്. അതുകൊണ്ട് അർജുനന് ഏത് ശത്രുവിനെയും ഭയപ്പെടാനില്ല. ഇന്ദ്രിയാധീശനായ സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക. ഭഗവാൻ സ്വഭക്തന് വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിന്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ആ ശംഖനാദം മുഴക്കിയതിനു ശേഷം അർജുനൻ എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ സഞ്ജയൻ പറയുന്നത്. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിത്വചഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. ഇവിടെ മഹീപതേ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഭഗവാനെ, രാജാവിനെ ഇത് ആര് പറയുന്നതാണ് ഈ ശ്ലോകം? ദുര്യോധനൻ അല്ല, ധൃതരാഷ്ട്ര രാജാവിനെ. സഞ്ജയൻ ധൃതരാഷ്ട്രനെയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രനെയാണ് പറയുന്നത് അല്ലെ. മഹീപതേ, ഇതെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. മഹീപതേ, അല്ലയോ മഹീപതേ, രാജാവേ എന്നാണ് പറയുന്നത്. അല്ലയോ രാജാവേ. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട, അധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം, ആ ശംഖനാദം വിളിച്ചതിന്റെ ശേഷം, ശംഖനാദം മുഴക്കിയതിന്റെ ശേഷം, അധ വ്യവസ്ഥിതാൻ ദൃഷ്ട, അവിടെ ആ വ്യവസ്ഥീകരിക്കപ്പെട്ട, അവിടെ സജ്ജീകരിക്കപ്പെട്ടുള്ള ധാർത്തരാഷ്ട്രന്മാരെ, ധൃതരാഷ്ട്ര പുത്രന്മാരെ, കൗരവ സൈന്യത്തെ ദൃഷ്ട, കണ്ടിട്ട്. ദൃഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട്. ആരാണ് കണ്ടത്? കപിത്വജ, കപിത്വജനാണ് കണ്ടിട്ടുള്ളത് അല്ലെ. ആരാണ് കപിത്വജൻ? കപിത്വജൻ ആരാണ്? അർജുനനാ. കപിത്വജൻ അർജുനൻ. കപിയാണ് ഹനുമാൻ അല്ലെ. കപിത്വജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപിധ്വജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം അല്ലെ. ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളതാരാണ്? ധാർത്തരാഷ്ട്രാൻ കപിധ്വജാൻ. അർജുനനാണ് കണ്ടത് അല്ലെ. അർജുനനാണ് ആ സൈന്യത്തെ കണ്ടത്. ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വ, ആരാണ് കണ്ടത്? അർജുനാണ് കണ്ടത്. കണ്ട ശേഷം എന്ത് ചെയ്തു? പ്രവൃത്തെ ശസ്ത്രസമ്പാദേ, അദ്ദേഹത്തിന്റെ ആ ആയുധങ്ങളൊക്കെ എടുത്തു. ഗാണ്ഡീവം, അദ്ദേഹത്തിന്റെ വില്ല് ഒക്കെ എടുത്തു. യുദ്ധത്തിന് തയ്യാറായി. പ്രവൃത്തെ ശസ്ത്രസമ്പാദേ, യുദ്ധത്തിന് തയ്യാറായി. ധനുരുദ്യമ്യ പാണ്ഡവ, യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ പാണ്ഡവൻ. ആരാണ് ആ പാണ്ഡവൻ? അർജുനനാണ് ആ പാണ്ഡവൻ. എന്നിട്ട് അദ്ദേഹം സംസാരിച്ചു എന്നാണ് പറയുന്നത്. തഥാ വാക്യം ഇദമാഹ, ആഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആഹ. എന്താണ് പറഞ്ഞത്? എന്ത് വാക്യമാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. ഋഷികേശം തഥാവാക്യം ഇദമാഹ മഹീപതേ. ഋഷികേശനോട് ഇങ്ങനെ പറഞ്ഞു. തഥാവാക്യം, ഇങ്ങനെ പറഞ്ഞു. മഹീപതേ, അല്ലയോ രാജാവേ. അവിടെ യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെ കണ്ടതിന് ശേഷം അർജുനൻ അദ്ദേഹത്തിന്റെ ആയുധങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഋഷികേശനോട് ഇങ്ങനെ പറഞ്ഞു. ഋഷികേശനായിട്ടുള്ള ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. ഋഷികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നവൻ എന്നാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അർജുനനെ നയിക്കാൻ പോകുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ പേര് തന്നെയാണ് ഋഷികേശ്. ഇവിടെ എന്നെ നയിക്കണം എന്നുള്ള ഒരു സൂചനയിലാണ് അർജുനൻ ഋഷികേശം എന്നുള്ള വാക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സഞ്ജയൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, കപിധ്വജനാണ് അർജുനൻ എന്ന് പറഞ്ഞു. ഹനുമാൻ ഹനുമാന്റെ സാമീപ്യം, അതും മറ്റൊരു മംഗളകരമായിട്ടുള്ള കാര്യമാണ്.
ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രാമരാവണ യുദ്ധത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ആ വിജയത്തിന് വലിയൊരു കാരണമായിട്ടുള്ള ഹനുമാൻ ഇവിടെയുമുണ്ട്. ഇവിടെയും രാമനുണ്ട് എന്നാണ് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നത്. രാമൻ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വന്ന ഭഗവാൻ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹനുമാനും കൂടെയുണ്ടാകും. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉണ്ടെങ്കിൽ സീതാദേവി ഉണ്ടാകും എന്നാണ് പറയുന്നത്. സീതാദേവി ആരാണ്? ലക്ഷ്മി ദേവിയാണ്, ഐശ്വര്യ ദേവത. അപ്പൊ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ദേവിയും ഇരിക്കും. അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരെല്ലാവരും ഉണ്ടായിരിക്കും, ഭക്തന്മാരുടെ സഹായവും ഉണ്ടായിരിക്കും എന്ന് പറയും. അപ്പൊ അർജുനൻ മാത്രമല്ല, അർജുനൻ അജ്ഞാതവാസ സമയത്തിൽ, അതിന്റെ മുന്നേ വനവാസ സമയത്തിൽ 12 വർഷം വനവാസമായിരുന്നു. ആ വനവാസ സമയത്ത് അദ്ദേഹം വ്യത്യസ്ത പ്രദേശങ്ങളിലൂടെ വനത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുനൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു നദിയുടെ കരയിൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു കുരങ്ങനെ കണ്ടു. ആ കുരങ്ങൻ അർജുനനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് അവര് രാവണ ചരിത്രമൊക്കെ പറയാൻ തുടങ്ങി. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഒരുപാട് കുരങ്ങന്മാരെല്ലാവരും ചേർന്ന് ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തിയ കഥയൊക്കെ പറഞ്ഞു. സീതാദേവിയെ അന്വേഷിച്ചു, സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട്, ലങ്കയിലേക്ക് കടക്കുന്നതിനായിട്ട് സേതുബന്ധനം നടത്തി. എല്ലാ കുരങ്ങന്മാരും എല്ലാവരും ചേർന്ന് വാനര സൈന്യം എല്ലാവരും പാറക്കല്ലുകളൊക്കെ എടുത്തു കൊണ്ടുവന്നു. സമുദ്രത്തിൽ വലിയൊരു പാലമുണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അത് കേട്ട സമയത്ത് അർജുനൻ പറഞ്ഞു, ഞാനുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എൻ്റെ ഒരു അസ്ത്രം എടുത്ത് ഒരൊറ്റ അസ്ത്രം കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു പാലം നിർമ്മിക്കുമായിരുന്നു. നിങ്ങൾ എല്ലാവരും വാനര സൈന്യം എല്ലാവരും ചേർന്ന് ഓരോ കല്ലുകളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അതിൽ പേരെഴുതി അങ്ങനെ ഇട്ട്, അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്നതാണ്. ഞാൻ അവിടെ ഇല്ലാണ്ടായി പോയി. ഞാനുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരൊറ്റ ശരം എടുത്ത് അങ്ങോട്ട് ഒരു ശരസേതു, ശരങ്ങൾ കൊണ്ടൊരു സേതു ഞാൻ നിർമ്മിക്കുമായിരുന്നു. അത് വളരെ ഈസി ആകുമായിരുന്നു. നിങ്ങൾക്കത് മിസ്സായി, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുരങ്ങൻ പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല. നിന്റെ ശരസേതുവിന് ഇത്രയും വാനര സൈന്യത്തിനെ ഒന്നും താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, ഈ വാനര സൈന്യം എല്ലാവരും ചേർന്ന് നടന്നു കഴിഞ്ഞാൽ ആ ശരസേതുവൊക്കെ, ശരം കൊണ്ട് നിർമ്മിച്ച പാലമൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അതൊന്നുമില്ല, അത് എന്റെ ശക്തി നിനക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടെ ഉണ്ടായിരുന്ന നദിക്ക് കുറുകെ ഒരു അമ്പെയ്ത് ശരങ്ങൾ കൊണ്ട് ഒരു വലിയ പാലമുണ്ടാക്കി. അപ്പോൾ ഈ കുരങ്ങൻ അതിലേക്ക് അത് ചാടി, ആ പാലത്തിലേക്ക് ചാടി കയറിയ ഉടനെ തന്നെ ആ പാലം അങ്ങോട്ട് ഒളിഞ്ഞു വീണു. അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഇത് സാധാരണ ഒരു വ്യക്തിയായിരിക്കില്ല. മാത്രമല്ല, ഒരു വാനരന്റെ ഭാരം താങ്ങാൻ പോലും എന്റെ പാലത്തിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അർജുനന് കുറച്ച് ജാള്യതയായി. അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരം, വീമ്പ് കുറച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു. അദ്ദേഹം ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. ഭഗവാനെ, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ ഈ കുരങ്ങന്റെ മുന്നിൽ എന്തായി പോവും, ഒന്നുമല്ലാതായി പോവും എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിൽ ധ്യാനിച്ചു. ആ സമയത്ത് ഭഗവാനും അവിടെ വന്നു എന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം ചരങ്ങൾ കൊണ്ട് ഒരു പാലം കൂടി നിർമ്മിച്ചു. ആ സമയത്ത് ഭഗവാൻ അതിനെ കാലുകൊണ്ട് സ്പർശിച്ചു നിന്നു. ഈ വയസ്സായിട്ടുള്ള കുരങ്ങൻ വീണ്ടും ആ പാലത്തിന്റെ മുകളിൽ കയറിയ സമയത്ത് അതിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഹനുമാൻ തന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. അർജുനൻ ഭഗവാന്റെ തൊട്ടടുത്ത ഭക്തനാണ് എന്ന് ഹനുമാന് ബോധ്യപ്പെട്ടു. കാരണം അർജുനൻ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി അർജുനനെ സഹായിച്ചു. അപ്പോൾ അർജുനന്റെ ഭഗവത് ഭക്തിയിൽ ഹനുമാനും വലിയ സംപ്രീതനായി. അദ്ദേഹം പറഞ്ഞു, ഇനി യുദ്ധമുണ്ടാകുന്ന സമയത്ത്, കൗരവരുമായിട്ട് യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ രഥത്തിൽ കൊടിക്കൂറിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ആയുധങ്ങളൊന്നും എടുക്കുന്നില്ലെങ്കിലും എന്റെ ശബ്ദം കൊണ്ട് ഞാൻ ശത്രുക്കളെ ഭയപ്പെടുത്തും. ഞാൻ വലിയ ശബ്ദം ഉണ്ടാക്കും.
ഞാൻ വലിയ അലർന്ന ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് ശത്രുക്കൾ എല്ലാവരും ഭയന്നു പോകും. ആ ഭയന്ന് അവരുടെ ശക്തിയൊക്കെ ചോർന്നു പോകും. അങ്ങനെ നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഹനുമാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. അങ്ങനെയാണ് അർജുനൻ കപിധ്വജനായിട്ട് മാറുന്നത്. ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള വ്യക്തിയായിട്ട് മാറുന്നത്. അതാണ് സഞ്ജയനെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ. പാണ്ഡവ എന്ന് പറയുന്നതും അർജുനനെ കുറിച്ചാണ്. ധനുസ്സൊക്കെ എടുത്തു, ഗണ്ഡീവം എടുത്തു, യുദ്ധത്തിന് തയ്യാറായി. ഋഷികേശം തഥാവാക്യം ഇതമാഹ മഹീപതേ. ഋഷികേശൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാനോട് തഥാവാക്യം സംസാരിച്ചു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് അർജുനാണ്, ഭഗവാനല്ല, അല്ലെ? അർജുനൻ ഈ അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. തഥാവാക്യം ഇതമാഹ മഹീപതേ, അല്ലയോ രാജാവേ, ധൃതരാഷ്ട്രനോടാണ് പറയുന്നത്. എന്താണ് സംസാരിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ അതുകൂടി വായിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം.